വെൽക്കം ബാക്ക് ടു ഫൈനസ്റ്റ് ഓട്ടോഡീൽസ്. 50,000 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാവുന്ന ഡീസൽ കാർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു ഓപ്ഷനാണ് ഇൻഡിക. ഇൻഡിക എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വണ്ടിയാണ്. ലോ ബഡ്ജറ്റ് ഡീസൽ സെക്കൻഡ് ഹാൻഡ് കാറുകളിൽ അത്യാവശ്യം പാർട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കയാണ് പറയാൻ പറ്റുക. ബാക്കി ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമുക്ക് പാർട്സ് അവൈലബിലിറ്റി ഒക്കെ ഇത്തിരി ഷോർട്ടേജ് ഉണ്ട്. ബട്ട് ഇൻഡിക്കയുടെ പാർട്സൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടുന്നതാണ്. നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് 2004 മോഡൽ ഇൻഡിക്കയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ് വണ്ടി. DLX വേരിയൻ്റ് ആണ്. എല്ലാ ഗ്ലാസ്സുകളും 2004 തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് 84,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത് മീറ്റർ തിരിച്ചിട്ടുള്ളതല്ല, ജെന്യൂൻ കിലോമീറ്റേഴ്സാണ്. നമുക്ക് ഈ വണ്ടി ഓടിച്ചപ്പോഴാണെങ്കിലും ഒരു ഓടിച്ചടായൊരു വണ്ടിയുടെ ഒരു ഫീലിംഗ് അല്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ നോയ്സ് അല്ലാത്തൊരു ഇൻഡിക്കയാണ് നമുക്ക് ഈ ഓടിച്ചപ്പോഴും ഫീൽ ചെയ്തത്. ഇൻറ്റീരിയേഴ്സൊക്കെ കുഴപ്പമില്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ ഫാബ്രിക് ടൈപ്പാണ്, അത്യാവശ്യം നീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് റൂഫൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. കാര്യമായിട്ട് തുരുമ്പൊന്നും കയറിയിട്ടില്ല. പിന്നെ നമ്മളൊരു ഇൻഡിക്ക എന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തുരുമ്പ് അതിൽ എക്സ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ലോ ബഡ്ജറ്റ് കാറായിട്ട് കൊണ്ടു നടക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അണ്ടർ ബോഡിയൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലും കാര്യമായിട്ടൊന്നും പാച്ച് വർക്ക്സ് ഇല്ല. കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ലൊരു ഇൻഡിക്കയായിട്ട് തന്നെ നമുക്ക് ഈ കാറിനെ നോക്കാം. ടയറുകളൊക്കെ ഒരു 60% ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയേഴ്സും അങ്ങനെ തന്നെയാണ് ഉള്ളത്. വീൽ കവേഴ്സ് പ്രൊവൈഡഡ് അല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വൈപ്പർ വരുന്ന മോഡലാണ്. ബാക്കിലാണെങ്കിലും ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പാച്ച് വർക്ക്സ് ബോഡിയിലാണെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. പെയിൻറ്റിങ് എല്ലാം ഓക്കെയാണ്. നമ്മളിനി ഇതിനെ ഓടിച്ച് നോക്കിയിരുന്നു. ഇത് സ്റ്റാർട്ടിങ് ഡിലേ ഒന്നുമില്ല. കറക്റ്റ് ആ ഒരു കോയിലിൻ്റെ സൗണ്ട് കഴിഞ്ഞ് സ്റ്റാർട്ടാക്കിയാൽ കറക്റ്റായിട്ട് ഇതിനെ സ്റ്റാർട്ടാകും. വേറെ ഒരു ഡിലേ ഉണ്ടാവില്ല. ഇത് നമ്മൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മിറർ ഇമേജ് ആയിട്ടാണ് വരുന്നത്. സോ AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്. AC വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ 4 പവർ വിൻഡോസ് ഉണ്ട്. 4ഉം വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്ക് വരുന്നില്ല. ഇൻഡിക്കയുടെ ഡീസൽ എഞ്ചിനുകളിലൊക്കെ ഉള്ളൊരു വൈബ്രേഷൻ നമുക്ക് ഈ വണ്ടിയിലുണ്ട്. ഇത് വണ്ടി ഓടിച്ചപ്പോഴാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി പോകുന്നുണ്ട്. നമുക്ക് ഓവറായിട്ടുള്ള ബെൽറ്റ് നോയ്സ് ഒന്നുമില്ല. പിന്നെ അതുപോലെ AC ഇട്ടിട്ടാണ് നമ്മൾ ഈ ഓടിച്ചതെല്ലാം. വലിയ പവർ ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നോർമലി ഇൻഡിക്കയ്ക്ക് AC ഇടുമ്പോൾ ഒരു പവർ ഡ്രോപ്പ് ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് ഒരു 70-80 കിലോമീറ്റർ വരെ സ്പീഡിൽ നമ്മൾ കയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ വൈബ്രേഷനോ അല്ലെങ്കിൽ സൈഡ് വലിവോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ സൈലൻസർ സൈഡ് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ബ്ലാക്ക് സ്മോക്ക് ഇല്ല. നോർമൽ രീതിയിൽ വരുന്ന ബ്ലാക്ക് സ്മോക്കേ ഉള്ളൂ. അതുപോലെ വൈറ്റ് സ്മോക്ക് വരുന്നില്ല. എൻജിൻ സംബന്ധമായിട്ടുള്ള വേറെ വിഷയങ്ങളൊന്നുമില്ല. ചെറുകിട ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ഒരു ഡീസൽ കാർ വേണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. ഇൻഡിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇൻഡിക്ക നോർമലി ഒരു കംപ്ലൈൻറ്റുകൾ കൂടപ്പുറപ്പായിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ, അതായത് നമുക്കൊരു 20 കിലോമീറ്റർ മൈലേജ് തരുന്ന ഒരു കാറ് വലിയ ചിലവുകളില്ലാണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊണ്ടു നടക്കാം. ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇൻഡിക്ക ചൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മൾ സർവീസ് കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാതെ പോകുമ്പോഴാണ് ഇൻഡിക്ക എപ്പോഴും പണി തരാം. പിന്നെ 2004 തൊട്ട് 2006 മോഡലിന് ശരിക്കും ഒരു മാർക്കറ്റ് കുറവുണ്ട്. ബട്ട് ആ വണ്ടി നല്ല വണ്ടിയാണ്. വലിയ കുഴപ്പമില്ലാത്ത വണ്ടികളാണെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ ആളുകളുടെ കയ്യിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന വണ്ടികളുണ്ട്. ലോക്കൽ റോഡിൽ ഓടിച്ചപ്പോഴാണെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള സൗണ്ടുകളൊന്നും വന്നില്ല. മൊത്തത്തിൽ നോക്കുവാണെങ്കിലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കാം. എടുത്തു കഴിഞ്ഞാലും കാര്യമായിട്ടൊന്നും പൈസ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വിലഭാഗം സംസാരിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 49,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ഓണറെ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളക്കടുത്ത അഷ്ടമിച്ചിറയിലാണ്. മറ്റൊരു വാഹനവുമായി നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോഡീൽസ് സൈനിങ് ഓഫ്.